ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് അതർ ടൈപ്പ് ഓഫ് ഓഡിറ്റ്. ഒന്നാമത്തേത് പ്രോപ്പർട്ടി ഓഡിറ്റ്. ഒരു ഓഡിറ്റർ ട്രാൻസാക്ഷനുകൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ അവയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തണം. അതായത് ആ എക്സ്പെൻഡിച്ചർ എന്തിനു വേണ്ടിയാണ്, അത് ആവശ്യമുള്ളതാണോ, ആ എക്സ്പെൻഡിച്ചർ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. പബ്ലിക് ഫണ്ട് ദുർവ്യയം ചെയ്യുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ആവശ്യത്തിൽ കൂടുതൽ തുക ഉപയോഗിക്കുന്നതും കുറ്റകരമാണ്. ഇത്തരത്തിലുള്ള ദുർവ്യയം കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ഓഡിറ്റ് ആണ് പ്രോപ്പർട്ടി ഓഡിറ്റ്. രണ്ടാമത്തേത് മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റുകൾ ബിസിനസ് പോളിസിയുടെ ശരിയായ രീതി പിന്തുടർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ മനസ്സിലാക്കണം. മാനേജ്മെന്റ് ഓഡിറ്റ് എന്നത് ഓപ്ഷണൽ ആണ്, അതായത് മാനേജ്മെന്റ് ഓഡിറ്റ് നടത്തണമെന്ന് നിർബന്ധമില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവയെല്ലാം വിശദമായി പരിശോധിക്കണം. മാനേജ്മെന്റുകൾ സൊസൈറ്റിയുടെ ബിസിനസ് കുറയാൻ കാരണമായിട്ടുണ്ടോ, അല്ലെങ്കിൽ സൊസൈറ്റിയെ നഷ്ടത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്തിട്ടുണ്ടോ എന്നുകൂടി ഓഡിറ്റർ പരിശോധിക്കേണ്ടതാണ്. ഇത്തരത്തില് മാനേജ്മെന്റുകൾക്ക് നടത്തുന്ന ഓഡിറ്റ് ആണ് മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റിന്റെ ഡിസിഷൻസ് സൊസൈറ്റിയുടെ നഷ്ടത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് ഓഡിറ്റിൽ പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. മാനേജ്മെന്റ് എടുക്കുന്ന പോളിസികളും ഡിസിഷൻസും സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം. ഇത് കൃത്യമാണോ എന്നുകൂടി മാനേജ്മെന്റ് ഓഡിറ്റിൽ പരിശോധിക്കേണ്ടതാണ്. മൂന്നാമത്തേത് എഫിഷ്യൻസി ഓഡിറ്റ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്താൽ ആ സ്കീമിന്റെ പ്ലാൻ, എക്സ്പെൻഡിച്ചറുകളുടെ എക്കണോമിക്സ് ഇവ കൂടി ഓഡിറ്റർ മനസ്സിലാക്കണം. അതായത് ഓഡിറ്റർ ഇംപ്ലിമെന്റ് ചെയ്ത സ്കീമുകളുടെ എഫിഷ്യൻസി പരിശോധിക്കണം. എഫിഷ്യൻസി ഓഡിറ്റ് എന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു കാര്യത്തിന് വേണ്ടി ചെലവാക്കിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് തരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് എഫിഷ്യൻസി ഓഡിറ്റ്. നാലാമത്തേത് പെർഫോമൻസ് ഓഡിറ്റ്. ഒരു ഓഡിറ്റർ ട്രാൻസാക്ഷന്റെ വിവിധ വശങ്ങളെ കുറിച്ച് മാത്രമല്ല, സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ കുറിച്ച് കൂടി അന്വേഷിക്കുകയും അതിന്റെ ഫലമായുണ്ടായത് ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ എന്നുകൂടി എടുത്തു കാണിക്കണം. ഇത്തരത്തില് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഓഡിറ്റ് ആണ് പെർഫോമൻസ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എന്നാൽ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസും ഉപയോഗിക്കുക എന്നതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്ട് എന്ന് പറയുന്നത് 1 കോസ്റ്റ് കൺട്രോൾ, 2 അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, 3 ഹെൽപ്ഫുൾ ഫോർ മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റുകൾ നിശ്ചയിച്ചിട്ടുള്ള പോളിസി കർശനമായി പാലിക്കുന്നില്ലേ എന്ന് പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ സൊസൈറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ട് പൂർത്തീകരിക്കുന്നതിനാണ് കോസ്റ്റ് ഓഡിറ്റ് ലക്ഷ്യമിടുന്നത്. കോസ്റ്റ് ഓഡിറ്റ് എന്നത് കോസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ വിശദമായ ഒരു പരിശോധനയാണ്. അതായത് കോസ്റ്റ് അക്കൗണ്ടുകളുടെ കൃത്യത പരിശോധിക്കുന്നതിനുള്ള വിശദമായ പരിശോധനയാണ് കോസ്റ്റ് ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് എന്നത് നോട്ട് കമ്പൽസറി ബൈ ലോ, ചെയ്യണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നത് കമ്പൽസറി ബൈ ലോ, നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുള്ള ഓഡിറ്റ് ആണ്. അത് നടത്തണമെന്ന് നിർബന്ധമാണ്. ഏത് നിയമങ്ങൾക്കനുസരിച്ചാണോ ആ ഓഡിറ്റ് നടത്തുന്നത് ആ നിയമത്തിനനുസരിച്ച് തന്നെ ആ ഓഡിറ്റ് നടത്തണമെന്ന് നിർബന്ധമാണ്. ഇന്റേണൽ ഓഡിറ്ററെ മാനേജിംഗ് കമ്മിറ്റിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററെ സൊസൈറ്റിയുടെ ജനറൽ ബോഡിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇന്റേണൽ ഓഡിറ്റർ എന്നത് സൊസൈറ്റിയിലെ സ്റ്റാഫ് തന്നെയായിരിക്കും. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്നത് ഒരു എക്സ്റ്റേണൽ പേഴ്സൺ ആയിരിക്കും. ഇന്റേണൽ ഓഡിറ്റർ
അക്കൗണ്ടിംഗ് സിസ്റ്റം പെർഫെക്റ്റ് ആണോ, എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് പരിശോധിക്കുന്നത്. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആ ബിസിനസിന്റെ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ തയ്യാറാക്കുന്നത്. അതായത് ആ ബിസിനസ്സിൽ നിന്നും ബിസിനസിന്റെ റിസൾട്ട് എന്താണ്, അതിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് വ്യക്തമാക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ നടത്തുന്ന പരിശോധനയിലൂടെയാണ്. ഇന്റേണൽ ഓഡിറ്റർ മാനേജ്മെന്റിന് റിപ്പോർട്ട് നൽകുന്നു. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ DCIക്കാണ് റിപ്പോർട്ട് നൽകുന്നത്. അടുത്തത് സ്റ്റെപ്സ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിങ്ങിന് പ്രധാനമായും 4 സ്റ്റെപ്പുകളുണ്ട്. 1 ഓഡിറ്റ് പ്രോഗ്രാം, 2 ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് ഫയൽ. ഇങ്ങനെ 4 സ്റ്റേജുകളാണ് ഓഡിറ്റിങ്ങിനുള്ളത്. ഒന്നാമത്തേത് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്നത് ഓഡിറ്ററുടെ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. അതായത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഓഡിറ്ററുടെ പ്ലാനിങ് ആണ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റിന്റെ സമയത്ത് എന്ത് വർക്കാണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഔട്ട്ലൈൻ ആണ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം സാധാരണയായി കോളം ഫോമിലാണ് തയ്യാറാക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓഡിറ്റർക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ ഓഡിറ്റ് പ്രോഗ്രാം സഹായിക്കുന്നു. Audit program is a written scheme given by the auditor. ഓഡിറ്റ് പ്രോഗ്രാം എന്നത് ഓഡിറ്റ് വർക്ക് നടത്തിയതിനുള്ള ഒരു പ്രൂഫ് ഓഫ് എവിഡൻസ് ആണ്. ഓഡിറ്ററുടെ ഭാഗത്തു നിന്നുമുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടായാൽ, അതായത് ഓഡിറ്റർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉയർന്നാൽ അതിനുള്ള മറുപടിയായി അല്ലെങ്കിൽ പ്രതിരോധമായി ഓഡിറ്റ് പ്രോഗ്രാമിന് ഉപയോഗിക്കാം. ഓഡിറ്റ് പ്രോഗ്രാം പ്രധാനമായും 2 തരത്തിലുണ്ട്. 1 ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം, 2 ഫ്ലെക്സിബിൾ ഓർ പ്രോഗ്രസീവ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്നത് ഒമിഷന്റെ സാധ്യത പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഓഡിറ്ററിന്റെ വർക്ക് അറേഞ്ച്മെന്റിനും വർക്ക് ഡിസ്ട്രിബ്യൂഷനും സഹായിക്കുന്നു. അതായത് എന്തെങ്കിലും വിട്ടുപോകാനുള്ള സാധ്യത ഓഡിറ്റ് പ്രോഗ്രാം തള്ളിക്കളയുന്നു. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ആണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഓഡിറ്റർ ചെയ്ത ജോലിയുടെ ഒരു എവിഡൻസ് ആണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഓഡിറ്റ് പ്രോഗ്രാം കോളം ഫോമിലാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിന് പ്രത്യേക ഫോർമാറ്റ് ഇല്ല. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തയ്യാറാക്കുന്നത്. ഈ വർക്കിംഗ് പേപ്പേഴ്സിൽ ട്രയൽ ബാലൻസ്, ഇനി സൊസൈറ്റികളുടെ കേസിലാണെങ്കിൽ R&D, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഇവയുടെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി കൂടി ഉൾപ്പെടുന്നു. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിന്റെ ഓണർ എന്ന് പറയുന്നത് ഓഡിറ്റർ തന്നെയാണ്. ഒരു ഓഡിറ്ററുടെ പ്രൊഫഷണൽ ആയതും ലീഗലായതുമായ റിക്വയർമെന്റ്സിന് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് സഹായിക്കുന്നു. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ ഓഡിറ്റ് സംബന്ധിയായ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്നതുകൊണ്ട് ഓഡിറ്റർക്ക് അക്കൗണ്ടുകൾ വീണ്ടും പരിശോധന നടത്തേണ്ടി വരുന്നില്ല. ഓഡിറ്ററുടെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് അടങ്ങിയ ഒരു എവിഡൻസ് ആണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അടുത്തത് ഓഡിറ്റ് നോട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ട. ഓഡിറ്റ് നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓഡിറ്റർ ആണ്. ഓരോ സ്ഥാപനവും ഒരു പ്രത്യേകം ഓഡിറ്റ് നോട്ട് സൂക്ഷിക്കുന്നു. ഓഡിറ്റിന്റെ സമയത്തുള്ള ഒബ്സർവേഷൻസ് അതിൽ രേഖപ്പെടുത്തുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഓഡിറ്റർ ഉപയോഗിക്കുന്ന ഓഡിറ്റ് ഓഫീസിൽ സൂക്ഷിക്കുന്ന പെർമനന്റ് റെക്കോർഡാണ് ഓഡിറ്റ് നോട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ട. ഓഡിറ്റ് നോട്ട് എന്നത് ഒരു റിട്ടൺ റെക്കോർഡാണ്. അതായത് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഓഡിറ്റിൽ നേരിട്ടത്, ഏതൊക്കെ ഇൻക്വയറീസ് ആണ് ഉണ്ടായത്, പുതിയ പോയിന്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വറീസ് ആണ് ഉണ്ടാക്കിയത്, പുതിയതായി കണ്ടെത്തിയ പോയിന്റുകൾ ചർച്ച ചെയ്യുന്നു, പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങള്, ആ പ്രശ്നങ്ങൾക്കുള്ള മറുപടികള്, കത്തിടപാടുകളുടെ വിവരങ്ങൾ, ചെക്കിങ്ങിന്റെ സമയത്തുള്ള ഒബ്സർവേഷൻ, ഇതെല്ലാം ഓഡിറ്റ് നോട്ടിൽ ഉൾപ്പെടുന്നു.
ഒരു ഓഡിറ്റർക്ക് തന്റെ വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു എവിഡൻസ് ആയി ഓഡിറ്റ് നോട്ടിനെ ഉപയോഗിക്കാം. ഓഡിറ്റ് നോട്ട് കൂടുതൽ ഓതന്റിക് ആയി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ സഹായിക്കുന്നു. അടുത്തത് ഓഡിറ്റ് ഫയൽ. ഓഡിറ്റ് ഫയൽ അതായത് മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ഒരു ഫയൽ ചെയ്യുന്നതാണ് ഓഡിറ്റ് ഫയൽ. ഇതില് താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു: ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഓഡിറ്റ് റിപ്പോർട്ട്, ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ R&D, ഇന്റേണൽ കൺട്രോൾ, റിസ്ക് ഇൻവോൾവ്, കൺഫർമേഷൻസ് റിസീവ്ഡ്, ക്വറീസ്, റിപ്ലൈ റിസീവ്ഡ്. ഇതെല്ലാം ഈ ഓഡിറ്റ് ഫയലിൽ ഉൾപ്പെടുന്നുണ്ട്. ഓഡിറ്റ് ഫയൽ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: ഒന്ന് പെർമനന്റ് ഓഡിറ്റ് ഫയൽ, രണ്ട് കറന്റ് ഓഡിറ്റ് ഫയൽ. ഈ പെർമനന്റ് ഓഡിറ്റ് ഫയലിൽ അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. അതേസമയം കറന്റ് ഓഡിറ്റ് ഫയലില് നിലവിലെ ഓഡിറ്റ് വിവരങ്ങൾ മാത്രമേ കറന്റ് ഓഡിറ്റ് ഫയലിൽ ഉൾപ്പെടുന്നുള്ളൂ. അടുത്തത് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റർ അയാൾ ഓഡിറ്റ് ചെയ്ത ബിസിനസ്സിലെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും അതിനെക്കുറിച്ചുള്ള ഓഡിറ്ററുടെ ഒപ്പീനിയൻ അടങ്ങുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഓഡിറ്ററുടെ ഓഡിറ്റ് വർക്കിന്റെ ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റർ ഒരു ബിസിനസ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു മീഡിയമാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: ഒന്ന് ക്ലീൻ ഓർ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, രണ്ട് അഡ്വേഴ്സ് ഓർ ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഒന്നാമത്തേത് ക്ലീൻ ഓർ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ നിരുപാധികമായ റിപ്പോർട്ട്, അതായത് ക്ലീൻ ആണ്, വേറെ തിരുത്തലുകളൊന്നും ആവശ്യമില്ല എന്ന രീതിയിൽ ക്ലീൻ ആണ് എന്ന് ഓഡിറ്റർ നൽകുന്ന റിപ്പോർട്ടാണ് ക്ലീൻ ഓർ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. അതായത് ഉപാധികൾ ഒന്നുമില്ലാത്ത റിപ്പോർട്ട്. ഒരു ഓഡിറ്റർ ബിസിനസ്സിലെ അഫയേഴ്സിനെ കുറിച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ, ക്വാളിഫിക്കേഷൻ, മോഡിഫിക്കേഷൻ ഇവ ഒന്നും കൂടാതെ ഓഡിറ്റ് റിപ്പോർട്ട് നൽകുന്നു. ഉപാധികളും ഇല്ലാതെ നൽകുന്ന റിപ്പോർട്ടാണ് ക്ലീൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. രണ്ടാമത്തേത് അഡ്വേഴ്സ് ഓർ ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റർ അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതെങ്കിലും ഇറഗുലാരിറ്റീസ് കണ്ടാൽ അഡ്വേഴ്സ് റിപ്പോർട്ടാണ് നൽകുന്നത്, അതായത് ഉപാധികളോടെയുള്ള റിപ്പോർട്ട്. ഇതില് ക്വാളിഫിക്കേഷൻ, മോഡിഫിക്കേഷൻ, റിസർവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത്തരത്തിലെ ഉപാധികളുള്ള റിപ്പോർട്ടാണ് അഡ്വേഴ്സ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.